അകലാത്ത സ്നേഹിതൻ ഉത്തമ കൂട്ടാളിയായി ആശ്രയിപ്പാനും. പ്രൈസ് ദി ലോർഡ്. ലോകത്തിന്റെ വിവിധ രാജ്യങ്ങളിൽ ഇരുന്നുകൊണ്ട് ഞങ്ങളെ ശ്രദ്ധിക്കുന്ന ഏവർക്കും ജീവശബ്ദത്തിലേക്ക് സ്വാഗതം. വീണ്ടും ഒരു പ്രാവശ്യം കൊണ്ട് ദൈവവചനവുമായി നിങ്ങളുടെ ഭവനങ്ങളിൽ എത്തിച്ചേരുവാൻ കർത്താവ് ഒരുക്കി തന്ന ഈ വിലപ്പെട്ട സന്ദർഭത്തെ ഓർത്ത് ഞങ്ങൾ നന്ദിയോടെ കർത്താവിനെ സ്തോത്രം ചെയ്യുന്നു. കഴിഞ്ഞ എപ്പിസോഡുകൾ നിങ്ങൾക്ക് അനുഗ്രഹപ്രദമായിരുന്നുവെന്നും അനേക വ്യക്തികളെയും അനേക കുടുംബങ്ങളെയും പരിശുദ്ധാത്മാവ് പണിതുകൊണ്ടിരിക്കുന്നെന്നും ദൈവവചനം കേൾക്കുമ്പോൾ പ്രാർത്ഥിക്കുമ്പോൾ കർത്താവ് പ്രാർത്ഥനയിൽ തന്നെ അസാധാരണമായ വിടുതലുകൾ, അത്ഭുതകരമായ വിടുതലുകൾ കർത്താവ് അയച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ള നിങ്ങളുടെ പ്രതികരണങ്ങൾ ഞങ്ങളെ വളരെ സന്തോഷിപ്പിക്കുന്നു. ഈ ശുശ്രൂഷ നിങ്ങൾക്ക് അനുഗ്രഹപ്രദമാകുന്നല്ലോ, പ്രയോജനപ്രദമാകുന്നല്ലോ. കർത്താവ് വീണ്ടും ആഴമായി നിങ്ങളെ സഹായിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ. ഇന്നത്തെ ഈ എപ്പിസോഡ് സ്പോൺസർ ചെയ്തിരിക്കുന്നത് കോട്ടയത്തുള്ള എലിസബത്ത് എന്ന ആൻറ്റിയാണ്. തനിക്ക് ഈ വചന ശുശ്രൂഷ എൻ്റെ ജീവിതത്തിൽ വളരെ അനുഗ്രഹപ്രദമായിരുന്നതിനാൽ ഈ വചനം എല്ലാവരും കേൾക്കണമെന്നുള്ള ആഗ്രഹത്തിൽ താൻ ഈ ശുശ്രൂഷയ്ക്കായിട്ട് ചെയ്തിരിക്കുന്ന ഈ നന്മകളെ ഓർത്ത് ഞങ്ങൾ നന്ദിയോടെ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. തന്നെയും തൻ്റെ കുടുംബത്തെയും ഓർത്ത് നിങ്ങൾ പ്രാർത്ഥിക്കുമല്ലോ. സ്വർഗത്തിലെ സകല അനുഗ്രഹത്താലും കർത്താവ് തന്നെ നിറയ്ക്കുമാറാകട്ടെ. കഴിഞ്ഞ എപ്പിസോഡുകളിൽ നമ്മെ മടക്കി വരുത്തുന്ന ഒരു ദൈവമുണ്ട് എന്ന് നാം വളരെ വ്യക്തമായി കണ്ടുവരികയായിരുന്നു. ആദാമ്യ പാപത്താൽ ദൈവം വെച്ച പ്രൊവിഷനുകളിൽ നിന്നും, ദൈവം വെച്ച നന്മകളിൽ നിന്ന്, ദൈവിക അനുഭവങ്ങളിൽ നിന്ന്, ദൈവമായിട്ടുള്ള കൂട്ടായ്മയിൽ നിന്ന് അകന്നുപോയ മനുഷ്യനെ മടക്കി വരുത്തേണ്ടതിന്, ഏദൻ തോട്ടത്തിൽ നിന്ന് അകന്നുപോയ മനുഷ്യനെ മടക്കി വരുത്തേണ്ടതിന് ദൈവം തന്റെ പുത്രനെ ഈ ഭൂമിയിലേക്ക് അയച്ച് കാൽവറിയിൽ യേശുവിനെ തകർത്ത് നമ്മെ ദൈവസഭയാം തോട്ടത്തിൽ കൊണ്ടുവന്നിരിക്കുന്നു. ദൈവത്തിൽ നിന്ന് അകന്നുപോയ മാനവകുലം അഗാധമായ മുറിവുകളാണ് അവൻ ചുമന്നു തുടങ്ങിയത്. എപ്പോൾ ദൈവത്തിൽ അകലാൻ തുടങ്ങിയോ അപ്പോൾ മുതൽ മാനവകുലം ശാരീരികമായും മാനസികമായും മുറിവുകൾ അനുഭവിക്കുന്നവരായി മാറി. മാനവകുലം അനുഭവിച്ച ശരീരത്തിലെയും ദേഹിയിലെയും സകല മുറിവുകളെയും കെട്ടേണ്ടതിന് നമ്മുടെ കർത്താവ് ഈ ഭൂമിയിൽ വന്ന് നമ്മുടെ മുറിവുകൾക്ക് പകരമായി അവനിതാ കാൽവരിയിൽ തകർക്കപ്പെട്ടവനായി അവൻ കാൽവരി കിടക്കുന്നു. അവൻ നമുക്ക് വേണ്ടി തകർക്കപ്പെട്ടത് ശരീരത്തിലെയും ദേഹിയിലെയും സകല മുറിവുകളെയും സകല വേദനകളെയും സകല അവസ്ഥകളുടെ മേലും അവന്റെ കരം ശാശ്വതമായി ചലിപ്പിക്കേണ്ടവനായിട്ടാണ്. ബൈബിൾ പറയുന്നു, ബൈബിൾ പ്രതിപാദിക്കുന്ന ദൈവം അവൻ മുറിക്കുന്നവനാണ്, അവൻ മുറിവ് കെട്ടുന്നവനാണ്. ദൈവം മുറിക്കുന്നവനാണ്, അവൻ മുറിവ് കെട്ടുന്നവനാണ്. ഇസ്രായേൽ എന്ന രാജ്യത്തെ അവർ ദൈവത്തോട് മുതൽ പാപം ചെയ്തപ്പോൾ ആ രാജ്യത്തെ അവൻ രണ്ടായി മുറിച്ചു. എന്നാൽ അവർ ദൈവത്തിലേക്ക് എപ്പോൾ തിരിയുമോ അപ്പോൾ രണ്ടായി മുറിക്കപ്പെട്ട രാജ്യങ്ങളെ അവൻ മുറിവ് കെട്ടി അവൻ ഒന്നാക്കുന്ന ദൈവമാണ്. അവൻ മുറിക്കുകയും മുറിവ് കെട്ടുകയും ചെയ്യുന്ന ദൈവമാണ്. 147 സങ്കീർത്തനത്തിലേക്ക് വരുമ്പോൾ അവിടെ നമുക്ക് ഇപ്രകാരം കാണാം: യഹോവ യെരൂശലേമിനെ പണിയുന്നു, അവൻ ഇസ്രായേലിന്റെ ദുഷ്ടന്മാരെ കൂട്ടിച്ചേർക്കുന്നു, മനം തകർന്നവരെ അവൻ സൗഖ്യമാക്കുകയും അവരുടെ മുറിവുകളെ കെട്ടുകയും ചെയ്യുന്നു. ഇവിടെ സങ്കീർത്തനക്കാരൻ പറയുന്നത് മനസ്സ് തകർന്നവരുടെ മുറിവുകളെ കെട്ടുന്ന ഒരു ദൈവമുണ്ട്. എപ്പോഴാണ് അവൻ കെട്ടുന്നത്? അവൻ യെരൂശലേമിനെ പണിയുമ്പോഴാണ് മനം തകർന്നവരുടെ മുറിവുകളെ അവൻ കെട്ടുന്നത്. അവൻ യെരൂശലേം അത് ദൈവ രാജ്യത്തിലെ ദൈവാലയം ഇരിക്കുന്ന പട്ടണമാണ്. ആ യെരൂശലേമിനെ അവൻ എപ്പോൾ പണിയുന്നുവോ അപ്പോൾ അവൻ മനസ്സ് തകർന്നവരുടെ മുറിവുകളെ അവൻ കെട്ടുന്ന ദൈവമാണ്. ഇന്നത്തെ യെരൂശലേം ദൈവസഭയാണെങ്കിൽ സഭയിൽ വരുന്നവരുടെ മുറിവുകളെ അവൻ കെട്ടുന്ന ദൈവമാണ്. അവൻ എപ്പോൾ യെരൂശലേമിനെ പണിയുന്നുവോ അപ്പോൾ അവൻ മനസ്സ് തകർന്നവരുടെ മുറിവുകളെ കെട്ടുന്നവരാണ്. ജീവിതത്തിൽ ആർക്കും പരിഹരിക്കാൻ കഴിയാത്ത മുറിവുകൾ ചുമക്കുന്നവരായിട്ടുണ്ടെങ്കിൽ, പുറമേ ചിരിക്കുന്നുണ്ട്, പുറമേ എല്ലാം വളരെ രസകരമായി പോകുന്നു, പക്ഷേ അകത്ത്, മനസ്സിനകത്ത്, ഹൃദയത്തിനകത്ത് ആഴമേറിയ മുറിവുകളുമായി നടക്കുന്ന ആരെങ്കിലും എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ അടുത്ത ചില എപ്പിസോഡുകൾ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതാണെന്നുള്ള കാര്യം പ്രാരംഭത്തിൽ തന്നെ ഞാൻ ഓർപ്പിക്കുന്നു. ഈ ഭൂമിയിൽ ജീവിക്കുന്ന ഒരു മനുഷ്യനുള്ള ബന്ധത്തിൽ അവരെ 3 ഭാഗങ്ങളാണുള്ളത്. 1 ആത്മാവ്, 2 ദേഹം, 3 ദേഹി.
ഇതിൽ ഒരു വ്യക്തിയുടെ ആത്മാവിനെ ഒരു വ്യക്തിക്കും മുറിക്കാൻ പറ്റില്ല. മറ്റൊന്നിനും ഒരു വ്യക്തിയുടെ ആത്മാവിനെ മുറിക്കാൻ പറ്റില്ല. ആത്മാവ് ദൈവത്തിൽ വന്നു. ആ ആത്മാവിനെ മുറിക്കാൻ ആർക്കും കഴിവുള്ളതല്ല. എന്നാൽ മറ്റ് രണ്ട് ഘടകങ്ങൾ, ഒന്ന് ശരീരം, മറ്റൊന്ന് ദേഹി. ശരീരത്തിനകത്ത് 3 മേഖലകളുണ്ട്. മുറിക്കുവാൻ കഴിയുന്ന 3 മേഖലകളുണ്ട്. ഒന്ന്, നാം കാണുന്ന നമ്മുടെ ശരീരത്തിന്റെ പുറമെയുള്ള ഭാഗമായ ത്വക്കിനോട് ചേർന്നുള്ള മാംസം, അത് നമുക്ക് മുറിക്കാൻ കഴിയുന്നു. രണ്ടാം ഭാഗം ഞരമ്പുകൾ, മൂന്നാം ഭാഗം അസ്ഥി. അസ്ഥി, മാംസം, ഞരമ്പ്, ഈ 3 മേഖലയെയും നമുക്ക് ആയുധങ്ങൾ കൊണ്ടോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഘടകങ്ങൾ കൊണ്ടോ നമുക്ക് മുറിക്കാവുന്നതാണ്. ശ്രദ്ധിക്കൂ, ശരീരത്തിൽ ഏൽക്കുന്ന മുറിവുകളാണ് ശരീരത്തിൽ നിന്ന് രക്തത്തെ ചോർത്തിക്കളയുന്നവ. ആ ചോർത്തപ്പെടുന്ന രക്തത്തിലാണ് ബൈബിൾ പറയുന്നു ജീവനിരിക്കുന്നവ. രക്തത്തിലല്ലോ ജീവൻ അടങ്ങിയിരിക്കുന്നവ. അർത്ഥാൽ ശരീരത്തിലുണ്ടാകുന്ന മുറിവുകൾ ശരീരത്തിൽ നിന്ന് രക്തത്തെ ചോർത്തിക്കളയുമ്പോൾ അതിന് അവസാനം ആ വ്യക്തിയുടെ മരണമാണെന്ന് ഞാൻ പറയാതെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ശരീരത്തിൽ സംഭവിക്കുന്ന മുറിവുകളെയും സൗഖ്യമാക്കുവാൻ നാം ആരാധിക്കുന്ന, നാം പ്രാർത്ഥിക്കുന്ന ദൈവം ശക്തിയുള്ളവനാണ്. എന്നാൽ എന്റെ വിഷയം അതല്ല. എന്റെ വിഷയം, ബൈബിൾ പറയുന്നു മനസ്സ് തകർന്നവരെ അവൻ രക്ഷിക്കുന്നവനാണ്, മനസ്സ് തകർന്നവരുടെ മുറിവുകൾ അവൻ കെട്ടുന്ന ദൈവമാണ്. നോക്കൂ, ഇനി രണ്ടാം ഭാഗത്തേക്ക് നാം വരുമ്പോൾ ഒരു വ്യക്തിയുടെ ദേഹിയിൽ 3 ഭാഗങ്ങളായിട്ട് നമുക്ക് കാണാം. ഒരു വ്യക്തിയുടെ ദേഹിയിൽ 3 ഭാഗങ്ങളുണ്ട്. ഒന്ന്, ദേഹിയിലുള്ള ഒന്നാം ഭാഗമാണ് അവന്റെ മനസ്സ്, രണ്ടാം ഭാഗമാണ് അവന്റെ ഇച്ഛ, മൂന്നാം ഭാഗമാണ് അവന്റെ ഇമോഷൻ. വികാരം, മനസ്സ്, ഇച്ഛ, 3 മേഖലകളാണ് ഒരു വ്യക്തിയുടെ ദേഹിയിലുള്ളത്. ഈ 3 മേഖലകളിലും സാധാരണഗതിയിൽ മനുഷ്യർക്ക് മുറിവേൽക്കുക സർവ്വസാധാരണമാണ്. നാം അതും ആരോടും പറയാറില്ലെന്ന് മാത്രമേ ഉള്ളൂ. എങ്ങനെ അറിയാം നമുക്ക് നമ്മുടെ ദേഹിയിൽ മുറിവുണ്ടോ എന്നുള്ളത്? സാധാരണഗതിയിൽ വ്യക്തികളുടെ ദേഹിയിൽ ഉണ്ടാകുന്ന മുറിവുകളാണ് അവരുടെ സ്വഭാവത്തെ ഒരു പരിധിവരെ സ്വാധീനിക്കുന്നവ. തകർന്ന കുടുംബങ്ങളിൽ ജനിക്കപ്പെട്ട കുഞ്ഞുങ്ങൾ പെട്ടെന്ന് അവർ ക്രൂരരായി, അവർ പലതരത്തിൽ സമൂഹത്തിൽ അഗണ്യമായ നിലവാരത്തിലേക്ക് ഇറങ്ങിപ്പോകാൻ കാരണം അവരുടെ മനസ്സിനുണ്ടായ തകർച്ചയാണ്. നോക്കൂ, ഇവിടെ ഞാൻ പറഞ്ഞു 3 മേഖലകളിലാണ് നമുക്ക് മുറിവുകൾ സംഭവിക്കുന്നത്. ഒന്ന്, നമ്മുടെ വികാരത്തിൽ, 2, നമ്മുടെ ചിന്തയിൽ, 3, നമ്മുടെ ഇച്ഛയിൽ. എവിടെ മുറിവുകൾ ഉണ്ടായാലും ഈ മുറിവുകൾ ആ വ്യക്തിയെ സ്വാധീനിക്കും, ബാധിക്കും എന്നുള്ള കാര്യം നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഒരു വ്യക്തി യേശുക്രിസ്തുവിനെ രക്ഷകനും കർത്താവുമായി സ്വീകരിച്ച് അവൻ ദൈവസഭയിൽ വന്നാൽ ആ വ്യക്തി ക്രിസ്തു എന്ന തലയോളമാണ് വളരേണ്ടത്. യേശുവിന്റെ സ്വഭാവമാണ് ആ വ്യക്തിക്ക് ഉണ്ടാകേണ്ടത്. യേശുവിനെ പോലെ ആ വ്യക്തി ആയി മാറണം. അർത്ഥാൽ ദൈവസ്നേഹം തന്നിൽ നിന്ന് ഒഴുകണം. ആരോടും പകയോ പിണക്കമോ ഷാഢ്യമോ ദ്വന്ദ്വപക്ഷമോ ഇല്ലാത്ത സ്നേഹം മാത്രം തന്നിൽ നിന്ന് ഒഴുകേണ്ടിയിരിക്കുന്നു. രണ്ടാമത്, ഒരു വ്യക്തി ക്രിസ്തുവിനെ കണ്ടെത്തി കഴിഞ്ഞാൽ അവനിൽ ദൈവിക സമാധാനം, ദൈവിക സന്തോഷം അവന്റെ അകത്ത് നിറഞ്ഞു നിൽക്കണം. അർത്ഥാൽ ആത്മാവിന്റെ ഫലം ഒരു വ്യക്തിയിൽ നിന്ന് പുറത്തു വരണമെങ്കിൽ അവന്റെ മനസ്സിനകത്ത്, അവന്റെ വികാരത്തിനകത്ത്, അവന്റെ ഇച്ഛയ്ക്കകത്ത് 1% പോലും മുറിവുകൾ അവനെ ബാധിക്കുന്ന നിലയിൽ അവനായിരിക്കരുത്. നാം എല്ലാവരും ഈ ഭൂമിയിൽ ജനിച്ചു എന്ന എല്ലാവരും മുറിവുകളാൽ ആണ് മുന്നേറിക്കൊണ്ടിരിക്കുന്നത്. ഇയ്യോബിന്റെ പുസ്തകത്തിൽ ഇയ്യോബ് പറഞ്ഞൊരു പദമുണ്ട്, കാരണം കൂടാതെ എന്റെ മുറിവുകൾ പെരുകിക്കൊണ്ടിരിക്കുന്നു. കാരണം ഉണ്ടായിട്ടുണ്ടാകുന്ന മുറിവുകളുണ്ട്, കാരണം ഉണ്ടാകാതെ ഉണ്ടാകുന്ന മുറിവുകളുണ്ട്. നമുക്ക് അങ്ങോട്ട് പ്രവേശിക്കാം. അതിനു മുമ്പ് ഞാൻ നിന്ന് മനസ്സിലാക്കാനായിട്ട് 1-2 ഉദാഹരണങ്ങൾ പറഞ്ഞാൽ പെട്ടെന്ന് നിങ്ങളുടെ അകത്ത് കയറും. നിങ്ങൾ ഒരുമിച്ച് ഒരു വീട്ടിനകത്തിരിക്കുന്നു, അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ ചില ഗസ്റ്റുകൾ ഒരുമിച്ച് വന്നിരിക്കുന്നു, അല്ലെങ്കിൽ നിങ്ങളൊരു കൂട്ടമായിട്ട് എവിടെയെങ്കിലും കൂടിയിരിക്കുന്നു. നിങ്ങളൊരു കാര്യം പറയുമ്പോൾ നിങ്ങളെ ആ കൂട്ടത്തിനകത്തിരിക്കുന്ന ഒരു വ്യക്തി നിശ്ചിതമായി വിമർശിക്കുകയോ അപമാനിക്കുകയോ ചെയ്യുന്ന നിലയിൽ നിങ്ങളോട് പ്രതികരിച്ചാൽ എല്ലാവരും കൈ കൊടുക്കുന്നു. നിങ്ങൾക്ക് മാത്രം കൈ തരാതിരുന്നാൽ, നിങ്ങളെ മാത്രം മാനിക്കാതിരുന്നാൽ, നിങ്ങളെ മാത്രം ബഹുമാനിക്കാതിരുന്നാൽ നിങ്ങളുടെ മുഖത്ത് അതിന്റെ ഒരു എക്സ്പ്രഷൻ, അതിന്റെ ഒരു പ്രതികരണം നിങ്ങളുടെ മുഖത്ത് വെളിപ്പെട്ട് വരാം. എന്താ കാരണം എന്നറിയാമോ? നിങ്ങളുടെ വികാര മേഖലയെ ആ വ്യക്തിയുടെ പ്രവൃത്തി ബാധിച്ചു. ഇങ്ങനെ 1-2 വട്ടം ആവർത്തിക്കുമ്പോൾ നിങ്ങളുടെ അകത്ത് വ്യക്തിയോട് ഒരു വേദന വരും, ഒരു വിഷമം വരും. അല്പം കഴിയുമ്പോൾ നിങ്ങൾ ആ വ്യക്തിക്ക് പിന്നെ കൈ കൊടുക്കാതാവുകയോ ആ വ്യക്തിയെ കാണുമ്പോൾ മിണ്ടാവാവുകയോ ചെയ്യുക സർവ്വസാധാരണമാണ്. അർത്ഥാൽ നിങ്ങൾ പ്രതികരിച്ചവന്
തത്തുല്യമായി നിങ്ങളോട് പ്രതികരിക്കാതിരുന്നതിനാൽ വികാരമണ്ഡലത്തിൽ നിങ്ങൾക്ക് ആ വ്യക്തിയോട് ഒരു മുറിവ് സംഭവിച്ചു. ഇങ്ങനെ ഉണ്ടാകുന്ന അനേക മുറിവ് എനിക്കറിയാം. എനിക്ക് കൈ തന്നില്ല, എന്നോട് മിണ്ടിയില്ല, എന്റെ കൂടെ ഇരുന്നില്ല, എന്റെ കൂടെ വന്നില്ല, എന്റെ വണ്ടി കയറ്റിയില്ല, എന്റെ വീട്ടിൽ വന്നില്ല, ഇങ്ങനെ പല പല കാരണങ്ങൾ, ചെറിയ ചെറിയ കാരണങ്ങൾ പറഞ്ഞ് മറ്റു വ്യക്തികളോട് തിരിച്ചു ചെയ്യുന്ന വ്യക്തികളെ ഞാൻ കണ്ടിട്ടുണ്ട്. അതിന് കാരണം എന്താണെന്നറിയാമോ? അവരുടെ വികാരത്തിനകത്ത്, അവരുടെ ഇമോഷനകത്ത് ആ വ്യക്തിയുടെ പ്രവൃത്തി ബാധിക്കപ്പെട്ടു. അർത്ഥാൽ അവരകത്ത് മുറിവ് സംഭവിച്ചു. തിരിച്ചവരെന്ത് ചെയ്യുന്നു? തിരിച്ചവർ ചെയ്യുന്ന കാര്യം, അവർക്ക് എവിടെ മുറിവുണ്ടായോ ആ മുറിവുണ്ടായ തലത്തിൽ നിന്നുകൊണ്ട് അവർ അവരോട് അത് തന്നെ പ്രതികരിക്കുന്നു. അർത്ഥാൽ പ്രതികരിക്കുന്ന എന്തിനാ പറയാമോ? എനിക്ക് മുറിവുണ്ടായെന്നും എനിക്ക് പകരം ചെയ്യാൻ പറ്റുമെന്നും ആ വ്യക്തി അറിയിക്കാൻ വേണ്ടി ഈ വ്യക്തി തിരിച്ചു ചെയ്യുകയാണ്. അർത്ഥാൽ ഈ വ്യക്തിയും ആ വ്യക്തിയെ ഒന്ന് മുറിക്കാൻ നോക്കുന്നു. വികാരമണ്ഡലത്തിൽ ഉണ്ടാകുന്ന മുറിവാണത്. രണ്ടാമത് നമുക്കുണ്ടാകുന്ന മുറിവ് നമ്മുടെ ചിന്തയിലാണ്, മൈൻഡിലാണ്. നമ്മുടെ മൈൻഡ് യേശുവിന്റെ മനസ്സുപോലെ ആകേണ്ട മനസ്സാണ്. ബൈബിൾ പറയുന്നു, നാമോ കർത്താവിന്റെ മനസ്സുള്ളവരാകുന്നു. മനസ്സിനകത്തുണ്ടാകുന്ന മുറിവിന്റെ പ്രത്യേകത, നമുക്ക് കുറെ കാര്യങ്ങൾ അതിനോട് ബന്ധത്തിൽ നമുക്ക് വിചിന്തനം ചെയ്യാനുണ്ടെങ്കിലും ഇത് ഒരു എപ്പിസോഡ് ആകിയാൽ ഞാനത് ചുരുക്കി പറയുകയാണ്. മനസ്സിന് 3 തട്ടുണ്ടെന്ന് മനഃശാസ്ത്രം നമ്മെ പഠിപ്പിക്കുന്നു. ബോധമനസ്സ്, ഉപബോധ മനസ്സ്, അപബോധ മനസ്സ്. ഈ ബോധമനസ്സിനകത്താണ് നമ്മൾ കാര്യങ്ങൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നെ കാണുന്ന ഒരു വ്യക്തി എന്നെ കണ്ട് ചിരിച്ചില്ലെങ്കിൽ പഴയ കാര്യങ്ങൾ മൊത്തം ഞാൻ ചിന്തിക്കാൻ തുടങ്ങും. ആ വ്യക്തിക്ക് എതിരെ എന്ത് ചെയ്യാമെന്ന് ഞാൻ ചിന്തിക്കാൻ തുടങ്ങും. എന്റെ ജീവിതത്തിലെ ആകമാനമായ വിഷയങ്ങൾ ചിന്തിക്കുന്നത് ഞാൻ എന്റെ മനസ്സിലാണ്. മനസ്സിനകത്തുണ്ടാകുന്ന മുറിവുകൾ പല തലത്തിലാണ്. ജനിച്ച കുടുംബത്തെ ചൊല്ലി അകത്ത് മനസ്സിനകത്ത് മുറിവുള്ളവരുണ്ട്. നാം പ്രതീക്ഷിക്കുന്ന നിലവാരമുള്ള സാമ്പത്തിക മേഖലയുള്ള കുടുംബങ്ങളിൽ ജനിക്കാത്തതിനാൽ മുറിവുള്ളവരുണ്ട്. എന്റെ അപ്പന് വിദ്യാഭ്യാസം കുറഞ്ഞുപോയി, എന്റെ അപ്പൻ ഡോക്ടറല്ല, അമ്മ നേഴ്സല്ല, ഇങ്ങനെ പല തലത്തിലാണ് കുഞ്ഞുങ്ങളുടെ അകത്ത് മുറിവ് സാധാരണഗതിയിൽ നിലനിൽക്കുക. ഞാനത് കണ്ടിട്ടുള്ള വ്യക്തിയാണ്. 1000-ഓളം കുഞ്ഞുങ്ങളെ ഒരു വർഷം ക്ലാസ് എടുത്തപ്പോൾ ആ കുഞ്ഞുങ്ങളോട് ഞാൻ ചോദിച്ചൊരു ചോദ്യമുണ്ട്. നിങ്ങൾ ജനിക്കുന്നതിനൊക്കെ മുമ്പ് ഏത് ഭവനത്തിൽ ജനിക്കണമെന്ന് തെരഞ്ഞെടുക്കുവാൻ നിങ്ങൾക്ക് സാവകാശം ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങൾ ഇന്ന് ജനിച്ച ഈ മാതാപിതാക്കൾക്ക് ജനിക്കുമോ എന്ന് ചോദിച്ചപ്പോൾ ഒറ്റ കുട്ടി പോലും ജനിക്കുമെന്ന് പറഞ്ഞില്ല, ഞങ്ങൾ തിരഞ്ഞെടുക്കുമെന്ന് പറഞ്ഞില്ല. അതിന് കാരണം അവർ പറഞ്ഞത്, ഞങ്ങൾക്ക് സാവകാശമുണ്ടെങ്കിൽ ഞങ്ങൾ മറ്റൊരു രാജ്യത്ത് ജനിച്ചേനെ, ഞങ്ങൾ ഡോക്ടറുടെ മകനായി ജനിച്ചേനെ, ഞങ്ങൾ എഞ്ചിനീയറുടെ മകനായി ജനിച്ചേനെ. കാരണം അവർ അതൃപ്തരാണ്. ജനനത്തിങ്കൽ മനസ്സിനകത്ത് അതൃപ്തി കൊണ്ട് നടക്കുന്നവർ, ജനിച്ച കുടുംബത്തെ കുറിച്ച് അതൃപ്തി കൊണ്ട് നടക്കുന്നവർ. ഇനി അവരെ പഠിക്കാൻ വിട്ടപ്പോൾ മാതാപിതാക്കളുടെ സാമ്പത്തിക നിലവാരം അനുസരിച്ച് അവരെ അവരുടെ പോക്കറ്റിലുള്ള പണത്തിനനുസരിച്ച് അവർ വിട്ട സ്കൂളുകൾ അല്ലെങ്കിൽ പാഠശാലകൾ കുഞ്ഞുങ്ങൾ വളർന്നു വരുമ്പോൾ അവർക്ക് ഇഷ്ടപ്പെടാതാകും. പഠിക്കാൻ ചെന്ന കുഞ്ഞുങ്ങൾക്ക് മാർക്ക് ചിലപ്പോൾ കുറഞ്ഞു പോകുമ്പോൾ കൂട്ടുകാരെ തുലം ചെയ്തുകൊണ്ട് മാതാപിതാക്കൾ പറയുന്നു, നിന്റെ കൂടെ പഠിക്കുന്ന അവനുള്ള മാർക്ക് നിനക്ക് കൊണ്ടോടാ. കുട്ടികളെ താരതമ്യം ചെയ്യുമ്പോൾ കുട്ടികളുടെ അകത്ത് മുറിവ് കടന്നുകൂടുന്നു. അവനെ ആരോട് താരതമ്യം ചെയ്തോ അവനുമായിട്ട് വ്യക്തിയുടെ മനസ്സിനകത്ത് പ്രശ്നം സംഭവിക്കുന്നു. അവൻ പിന്നീട് പഠിച്ചു വളരുന്തോറും എവിടെയൊക്കെ താരതമ്യങ്ങൾ വരുന്നുവോ, എവിടെയൊക്കെ തമ്മിൽ വ്യക്തികളെ നിർത്തിക്കൊണ്ട് തുലനം ചെയ്ത് സംസാരിക്കുന്നുവോ അവിടെയെല്ലാം മനസ്സിനകത്ത് മുറിവുണ്ടാകുക സാധാരണമായ കാര്യമാണ്. പഠനം കഴിഞ്ഞു അടുത്ത കോഴ്സിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ആലോചിക്കുമ്പോൾ ആ കോഴ്സിന് ചേരാൻ വേണ്ടി നല്ല കോഴ്സിന് ചേരാൻ കഴിയാതാകുമ്പോൾ ഉണ്ടാകുന്ന കുഞ്ഞുങ്ങൾക്കുണ്ടാകുന്ന മുറിവുകളുണ്ട്. അടുത്തത് വിവാഹ കാര്യമാണ്. ഒരിക്കൽ പോലും ഒരു വ്യക്തിക്കും ആ വ്യക്തിയുടെ അകത്ത് 100% ആ വ്യക്തി ആഗ്രഹിച്ച ഒരു പങ്കാളിയെ, ജീവിത പങ്കാളിയെ കിട്ടിക്കൊള്ളണമെന്നില്ല. ആ വ്യക്തി ആഗ്രഹിക്കുന്ന നിലവാരം ഒന്ന്, കിട്ടുന്ന നിലവാരം മറ്റൊന്ന്. അവിടെ അടുത്ത മുറിവുകൾ വർദ്ധിക്കുന്നു. കുടുംബജീവിതത്തിലേക്ക് പ്രവേശിച്ചു, അടുത്തൊരു കൊച്ചു വേണം. കൊച്ചുണ്ടാകുമ്പോൾ എല്ലാവർക്കും ആൺകുട്ടി വേണം, പെൺകുട്ടിയായാൽ മുറിവ് വല്ലാതാകുന്നു. ഇങ്ങനെ ജീവിതം മൊത്തം മുറിവുകളുടെ അകത്ത് കിടന്ന് വട്ടം കറങ്ങുകയാണ് മനുഷ്യവർഗം മുഴുവൻ. നോക്കൂ, ബൈബിൾ പറയുന്നു, എത്ര അഗാധമായ മുറിവുകൾ നിന്റെ ജീവിതത്തിലുണ്ടെങ്കിലും നിന്റെ മുറിവുകളെ കെട്ടുവാൻ കഴിയുന്ന ഏക വ്യക്തി, അവന് പരിപൂർണ പരിഹാരം തരുവാൻ കഴിയുന്ന ഏക വ്യക്തി നമ്മുടെ കർത്താവാണെന്ന് ഈ സന്ദേശത്തിന്റെ പ്രാരംഭത്തിൽ തന്നെ ഓർപ്പിച്ചുകൊണ്ട് ഞാൻ ഇതിനകത്തേക്ക് പ്രവേശിക്കുകയാണ്. ഈ മുറിവുകളെ ചികിത്സിക്കാതിരുന്നാൽ അല്പം കഴിയുമ്പോൾ ആ വ്യക്തിക്ക് മനഃശാസ്ത്രപരമായ പ്രശ്നങ്ങൾ സംഭവിക്കും. ഞാൻ ഹോസ്പിറ്റലുകളിൽ ചെല്ലുമ്പോൾ ഞാൻ കണ്ടിട്ടുണ്ട്, ചെറുപ്പക്കാരായ കുഞ്ഞുങ്ങൾ അവരെ സൈക്കോളജിസ്റ്റിനെ കാണിക്കുവാനായിട്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുവന്ന് ഇരുത്തിരിക്കുന്ന സന്ദർഭങ്ങൾ ഞാൻ പലത് കണ്ടിട്ടുണ്ട്. കാരണം എന്താ പറയാമോ, ഈ മുറിവുകൾ പലതും അതിന്റെ ആഴത്തിലേക്ക് പോയി. സ്നേഹിച്ച പങ്കാളികൾ അവർ ചതിച്ചതിനാൽ മനസ്സ് തകർന്ന് മാനസിക അസ്വസ്ഥതയ്ക്ക് വന്ന കുഞ്ഞുങ്ങളെ ഞാൻ
ഹോസ്പിറ്റലിൽ വെച്ച് കണ്ടിട്ടുണ്ട്. ഞാൻ പറഞ്ഞതിന്റെ സാരാംശം, മുറിവുകൾ പെരുകിയാൽ അത് മനസ്സിന് അസ്വസ്ഥ വരും, അത് അടുത്ത തലത്തിലേക്ക് പോകാൻ സാധ്യതയുണ്ട്. പലരും ഈ മുറിവുകളെല്ലാം അകത്തുവെച്ച് പല കാരണങ്ങളാലുള്ള പല അവസ്ഥകളാലുള്ള മുറിവുകൾ അകത്തുവെച്ച് അവർ നടക്കുകയാണ്. എന്നാൽ ഈ മുറിവുകളെ ബൈബിൾ പറയുന്നു കെട്ടുവാൻ കഴിയുന്ന ഏക വ്യക്തി കർത്താവായ യേശുക്രിസ്തുവാണ്. ഈ പകൽ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ ജീവിതത്തിൽ മുറിവുകൾ ഉള്ള വ്യക്തികൾ തന്നെയാണ്. അത് ജനനത്തിങ്കിലോ പഠനത്തിങ്കിലോ വിദ്യാഭ്യാസത്തിങ്കിലോ വിവാഹ ജീവിതത്തിലോ ഉണ്ടായ കുഞ്ഞുങ്ങളുടെ ബന്ധത്തിലോ ജോലിയുള്ള ബന്ധത്തിലോ ഇപ്പോഴായിരിക്കുന്ന മേഖലകളോ എവിടെയെങ്കിലും ഒക്കെ നിങ്ങളുടെ ജീവിതത്തിൽ മുറിവുകൾ ആഴമായി കടന്നു പിടിച്ചിട്ടുണ്ടെങ്കിൽ ആ മുറിവുകളെ കെട്ടുവാൻ കഴിവുള്ള ക്രിസ്തുവിന്റെ അടുക്കലേക്ക് ഞാൻ നിങ്ങളെ കർത്താവിന്റെ നാമത്തിൽ സ്വാഗതം ചെയ്യുകയാണ്. അതിനു മുമ്പ് ഈ മുറിവുകൾ ഏതെല്ലാം നിലവാരത്തിലാണ് നിങ്ങളെ കടന്നു പിടിക്കുന്നത് എന്ന് ബൈബിൾ പറയുന്നത് ഞാൻ നിങ്ങളെ ഒന്ന് കാണിപ്പാനായിട്ട് ശരണപ്പെടുകയാണ്. ഞാൻ ഈ ഭാഗങ്ങൾ വായിച്ചു വരുമ്പോൾ നിങ്ങളുടെ അകത്ത് ഏതെങ്കിലും മേഖല അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങളത് ദൈവത്തോട് പറഞ്ഞ് പ്രാർത്ഥിപ്പാൻ തയ്യാറാകുന്നവ നിങ്ങൾക്ക് ഒരു വിടുവല്ല മുഖാന്തരമായി ഭവിക്കപ്പെടും എന്നുള്ള കാര്യം നിങ്ങൾ അറിഞ്ഞിരിക്കണം. ബൈബിൾ പറയുന്നു, ഇയ്യോബിന്റെ പുസ്തകം 9-ാം അധ്യായത്തിന്റെ 17-ാം വാക്യത്തിൽ അവിടെ ബൈബിൾ പ്രകാരം പറയുന്നു, കൊടുങ്കാറ്റുകൊണ്ട് അവൻ എന്നെ തകർക്കുന്നുവല്ലോ, കാരണം കൂടാതെ എന്റെ മുറിവുകൾ പെരുകുന്നു. നേരത്തെ ഞാൻ പറഞ്ഞ മുറിവുകളെല്ലാം കാരണമുള്ള മുറിവുകളാണ്. ജനനത്താൽ, വിവാഹത്താൽ, പഠനത്താൽ, ജോലിയാൽ ഒക്കെ കാരണമുള്ള മുറിവുകളാണ്. എന്നാൽ ഇയ്യോബോട് പറയുകയാണ്, അവൻ കൊടുങ്കാറ്റിനാൽ എന്നെ തകർക്കുന്നു, കൊടുങ്കാറ്റ് കൊണ്ട് അവൻ എന്നെ തകർക്കുന്നുവല്ലോ, കാരണം കൂടാതെ എന്റെ മുറിവുകൾ പെരുക്കുന്നു. മുറിവുകൾ പെരുക്കുന്നു, അവൻ മുറിവുകൾ പെരുക്കുന്നു. ഇയ്യോബ് പറയുന്നു, അത് കൊടുങ്കാറ്റുകൾ മുഖാന്തരമാണ് ആ മുറിവ് വന്നത്. ഇയ്യോബേ, നിന്റെ ജീവിതത്തിൽ കൊടുങ്കാറ്റ് കൊണ്ടുവന്ന മുറിവ് എന്താണ്? ഇയ്യോബ് പറയും, ഇയ്യോബിന്റെ പുസ്തകം 1-ാം അധ്യായത്തിന്റെ 19-ാം വാക്യത്തിലേക്ക് നിങ്ങൾ വന്നാൽ നോക്കി, ഭക്തനായ ഇയ്യോബ്, നീതിമാനായ ഇയ്യോബ്, നിഷ്കളങ്കനായ ഇയ്യോബ്, ദോഷം വിട്ടകലുന്ന ഇയ്യോബ്, ജീവിതത്തിൽ ഒരു കുറവുകൾ പറയാനില്ലാത്ത ഇയ്യോബ്. എന്നാൽ അവന്റെ കുഞ്ഞുങ്ങൾ, അവന്റെ മക്കൾ, 10 മക്കളും 10 മരുമക്കളും 10-ലേറെ കൊച്ചുമക്കളും ഒരു ദിവസം അവർ ജ്യേഷ്ഠന്റെ ഭവനത്തിൽ ഒത്തൊരുമിച്ച് കൂടി അവർ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ വേണ്ടി പെട്ടെന്ന് ഒരു കൊടുങ്കാറ്റടിക്കുന്നു. ഇയ്യോബിന്റെ പുസ്തകം 1-ാം അധ്യായം 19-ാം വാക്യം, പെട്ടെന്ന് മരുഭൂമിയിൽ നിന്ന് ഒരു കൊടുങ്കാറ്റ് വന്ന് വീടിന്റെ 4 മൂലയ്ക്കും അടിച്ചു. ഇങ്ങനത്തെ ഒരു കാറ്റ് ചരിത്രത്തിൽ എവിടെയും അടിച്ചതായിട്ട് നമുക്ക് അറിവില്ല. ഈ കാറ്റിന്റെ പ്രത്യേകത, വീടിന്റെ 4 മൂലക്കടിച്ച കാറ്റ്. ചുഴലിക്കാറ്റെന്ന് കേട്ടിട്ടുണ്ട്, കൊടുങ്കാറ്റെന്ന് കേട്ടിട്ടുണ്ട്. പക്ഷേ ഈ കാറ്റ് വാരി ചുറ്റിയടിക്കുന്ന കാറ്റല്ല, ഒരു ദിശയിൽ നിന്ന് അടിക്കുന്ന കാറ്റുമല്ല. കൃത്യമായി ബൈബിൾ പറയുന്നു, വീടിന്റെ 4 മൂലക്കടിച്ച് വീടിനെ പിഴുതു കളയാൻ വേണ്ടി, ആ വീട്ടിലുള്ളവരെ മുഴുവൻ അവസാനിപ്പിക്കാൻ വേണ്ടി പെട്ടെന്നടിച്ച കാറ്റ്. ശ്രദ്ധിക്കുക, പെട്ടെന്ന് വരുന്ന കാറ്റ്. ഒരു കുഴപ്പമില്ലാതിരിക്കുമ്പോൾ, ഒരു പ്രശ്നമില്ലാതിരിക്കുമ്പോൾ, എല്ലാം നന്നായി പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് പെട്ടെന്ന് കാറ്റടിക്കുന്നത്. പെട്ടെന്ന് ചില സംഭവങ്ങൾ ജീവിതത്തിൽ വെളിപ്പെട്ടു വരാം. പെട്ടെന്നടിക്കുന്ന കാറ്റ്. 2, മരുഭൂമിയിൽ നിന്ന് കാറ്റ്. 3, 4 മൂലക്കടിച്ച കാറ്റ്. അവന്റെ റിസൾട്ട് എന്താ ഉണ്ടായത്? റിസൾട്ട് ഉണ്ടായത് അവന്റെ 10 മക്കളും 10 മരുമക്കളും 10-ലേറെ കൊച്ചുമക്കളും വേണ്ടേ ഒറ്റയടിക്ക് ഈ ഭൂമുഖത്ത് നിന്ന് മരണം വഴിയായി മാറ്റപ്പെടുകയാണ്. ബൈബിൾ അല്പം ആഴമായി പഠിച്ചാൽ 900 ചില തൊഴിലാളികളും അവന്റെ കുടുംബത്തിൽ നിന്ന് മരണം വഴിയായി മാറ്റപ്പെടുന്നു. നോക്കൂ, ഇത്രയ്ക്കധികം മരണം അവന്റെ കുടുംബത്തിൽ സംഭവിച്ചിട്ടും ബൈബിൾ പറയുന്നു 11,500 പരം മൃഗങ്ങൾ ഒരു ദിവസം അവന്റെ ഭവനത്തിൽ നിന്ന് നഷ്ടപ്പെടുന്നു. കോടിക്കണക്കിന് രൂപയുടെ വസ്തുനഷ്ടം, പുത്രനഷ്ടം, എല്ലാ നഷ്ടങ്ങളും വന്നിട്ട് ഇയ്യോബ് പറയാണ്, എന്റെ മുറിവുകൾ പെരുകിക്കൊണ്ടിരിക്കുന്നു, എന്റെ മുറിവുകൾ പെരുകിക്കൊണ്ടിരിക്കുന്നു. ഈ നഷ്ടങ്ങൾ ഒരു ഭാഗത്ത് നഷ്ടങ്ങളായി മാറുമ്പോൾ മറുഭാഗത്ത് എന്റെ വികാരത്തിൽ, എന്റെ ഇച്ഛയിൽ, എന്റെ മനസ്സിൽ മുറിവുകൾ പെരുകയാണ്. ഒടുവിൽ 5-ാം അധ്യായം വായിച്ചതോടെ അവന്റെ കൂട്ടുകാരൻ പറയുന്നുണ്ട്, അവൻ മുറിക്കുകയും അവൻ മുറിവ് കെട്ടുകയും ചെയ്യുന്ന ദൈവമാണ്. എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, നിങ്ങൾ ഒരു കുഴപ്പമില്ലാത്തവരായിരിക്കാം, ഒരു മുറിവ് നിങ്ങൾക്ക് ഇപ്പോൾ ഉണ്ടായിക്കൊള്ളുന്നില്ല. പക്ഷെ ശ്രദ്ധിക്കുക, ഈ ലോകം മുറിവരുന്ന ലോകമാണ്. പെട്ടെന്നാണ് ചെലവ് നിന്റെ ജീവിതത്തിൽ സംഭവിക്കുക. നോക്കൂ, ഈ കാരണം കൂടാതെയുള്ള മുറിവുകളും ജീവിതത്തിൽ കടന്നു വരുവാൻ സാധ്യതയുണ്ട്. 1, കാരണം കൂടാതെ വരുന്ന മുറിവ്, അത് പെട്ടെന്ന് കാറ്റിനാൽ വന്ന മുറിവ്. ഇയ്യോബ് ആ വാക്യത്തിൽ പറഞ്ഞത് ദൈവം എന്നെ മുറിക്കുന്നു എന്ന അർത്ഥത്തിലാണ് ഇയ്യോബ് പറഞ്ഞത്. എന്നാൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്, ദൈവമല്ല പരമാവധി പല ഘട്ടങ്ങളിലും നിങ്ങളെ മുറിക്കുന്നത്. ഇയ്യോബിന്റെ കുടുംബത്തിനെതിരെ കാറ്റടിച്ചത് ദൈവമല്ല, ദൈവത്തിന്റെ അറിവോടെയാണ് കാറ്റ് അടിച്ചത്. പക്ഷെ കാറ്റ് അടിച്ചത് പിശാചായിരുന്നു. നിങ്ങളുടെ കുടുംബത്തിൽ വിതറുന്ന പല അനർത്ഥങ്ങളുടെയും പല അപകടങ്ങളുടെയും പല തകർച്ചകളുടെയും അടിസ്ഥാനം എന്ന് പറയുന്നത് ദൈവമല്ല, പിശാചാണ്.
അവൻ മുടിക്കുവാൻ വരുന്ന, അറുക്കുവാൻ വരുന്ന കള്ളനാണ്. അവനാണ് പല മുറിവുകളും കുടുംബങ്ങളിൽ വിതറുന്നത്. എന്നാൽ ദൈവത്തിന്റെ അറിവോടുകൂടിയാണ് അത് സംഭവിക്കുന്നത്. എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, അങ്ങനെ പെട്ടെന്ന് വന്ന ഏതെങ്കിലും സംഭവങ്ങളാൽ നിങ്ങൾ ദൈവത്തെ കുറ്റം പറഞ്ഞ് ദൈവത്തിൽ നിന്ന് അകന്നു പോകുന്നവരാണെങ്കിൽ ഇന്ന് പകൽ മടങ്ങുക. ദൈവം അല്ല എല്ലാ മുറിവുകളും ഉണ്ടാക്കുന്നത്. ദൈവ അറിവോടുകൂടിയാണ്, ദൈവത്തിന്റെ അറിവോടുകൂടിയാണ് അത് സംഭവിക്കുന്നത്. എന്നാൽ പലതിന്റെ പുറകിലും പിശാചാണ് എന്ന കാര്യം നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഒന്ന്, കാരണം കൂടാതെ വരുന്ന മുറിവ്, അത് പെട്ടെന്ന് വരുന്ന മുറിവാണ്. ഭവനത്തെ വട്ടമിട്ടടിക്കുന്ന കാറ്റാണത്. 4 മൂലക്കടിക്കുന്ന കാറ്റാണ്. ഭവനത്തെ പറിച്ചു കളയാൻ അടിക്കുന്ന കാറ്റാണത്. രണ്ടാമത്, സദൃശ്യവാക്യത്തിലേക്ക് നിങ്ങൾ വരുമ്പോൾ 23-ാം അധ്യായത്തിന്റെ 29-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ നമുക്ക് മറ്റൊരു മുറിവ് നമുക്ക് കാണാം. സദൃശ്യവാക്യം 23-ാം അധ്യായത്തിന്റെ 29-ാം വാക്യം അവിടെ പറയുന്നു, ആർക്ക് കഷ്ടം, ആർക്ക് സങ്കടം, ആർക്ക് കലഹം, ആർക്ക് അവലാതി, ആർക്ക് അനാവശ്യമായ മുറിവുകൾ. ഇവിടെ പറയുന്നു അനാവശ്യമായ മുറിവുകൾ. ആവശ്യമുള്ള മുറിവല്ല, അനാവശ്യമായ മുറിവുകൾ. ആർക്കാണ് അനാവശ്യമായ മുറിവുകൾ? അവിടെ ശലോമോൻ പറഞ്ഞ കാര്യമുണ്ട്, മകനെ എന്റെ ഹൃദയം നിനക്ക് തരിക, എന്റെ വഴി നിന്റെ കണ്ണിന് ഇമ്പമായിരിക്കട്ടെ. ഹൃദയം ദൈവത്തിന് കൊടുക്കാത്തവർക്കാണ് അനാവശ്യമായ മുറിവുകൾ ഉണ്ടാകുന്നത്. അവൻ എവിടെ ചെന്നെത്തും? അടുത്ത വാക്കോടെ പറയുകയാണ്, വേശ്യ സ്ത്രീ ആഴമുള്ള കുഴിയും പരസ്ത്രീ ഇടുക്കമുള്ള കിണറും ആകുന്നു. അവൾ പിടിച്ചുപറിക്കാരനെ പോലെ പതിയിരിക്കുന്നു, മനുഷ്യരിൽ ദ്രോഹികളെ വർദ്ധിപ്പിക്കുന്നു. ഇവിടെ പറയുകയാണ് വേശ്യ സ്ത്രീ ആഴമുള്ള കുഴിയാണ്. ആഴമുള്ള കുഴിയുടെ പ്രത്യേകത എന്താ? എത്ര ഇറങ്ങിയാലും അടിയിലെത്തുകയില്ല. രണ്ടാമത്തെ പ്രശ്നം എന്താ? ഇറങ്ങിയ പിന്നെ കയറാൻ പറ്റുകയില്ല. ഇതാണ് ആഴമുള്ള കുഴി. ഇവിടെ ശലോമോൻ പറയുകയാണ്, 1000 ഭാര്യമാരെ കൊണ്ടുവന്ന ശലോമോൻ പറയുകയാണ്, വേശ്യാസ്ത്രീ ആഴമുള്ള കുഴിയാണ്, അവളിലേക്ക് ഇറങ്ങിയാൽ അവൾ മുറിവെ തരൂ. അതുകൊണ്ട് ഒന്നാമത്തെ ഭാഗം വേശ്യാസ്ത്രീ, അവൾ ആഴമുള്ള കുഴിയാണ്. 2, പരസ്ത്രീ ഇടുക്കമുള്ള കിണറാണ്. എന്താ ഇടുക്കമുള്ള കിണറിന്റെ പ്രത്യേകത? ഇറങ്ങിയാൽ പിന്നെ കയറുന്ന കാര്യം നോക്കണ്ട. ഭൂരിഭാഗവും നീ അവനകത്ത് അവസാനിക്കാനാണ് സാധ്യത. കാരണം ഇറങ്ങാൻ എളുപ്പമാ, കയറാൻ പറ്റുകയില്ല, കയറാൻ സാവകാശമില്ല. എന്താണ് ഈ കാലഘട്ടത്തിന് അതുമായിട്ടുള്ള പ്രത്യേകത? നിങ്ങൾ ശ്രദ്ധിച്ചാൽ കാണാൻ കഴിയുന്ന ഒരു കാര്യമുണ്ട്. ഈ കാലഘട്ടത്തിൽ പ്രത്യേകിച്ച് ചെറുപ്പക്കാർക്ക് മാത്രമല്ല, എല്ലാവർക്കും ആ പ്രശ്നമുണ്ട്. നിങ്ങൾ നോക്കിയാൽ നിങ്ങൾ ആരോടാണ് കൂടുതൽ നേരം സംസാരിക്കുന്നത്? ഓപ്പോസിറ്റ് സെക്സ് ഉള്ളവരോട്, അതായത് പുരുഷന് സ്ത്രീയോട്, സ്ത്രീക്ക് പുരുഷനോട് വെറുതെ ഇങ്ങനെ സംസാരിച്ചിരിക്കാൻ ഒരു രസമാണ്. പരസ്ത്രീകളുമായി പരപുരുഷന്മാരുമായി വെറുതെ, പ്രത്യേകിച്ച് ഇപ്പോൾ വാട്സാപ്പിന്റെ കാലമാണ്, ഹായ് കൂയ് ചായ് എന്ന് പറഞ്ഞ് ചാറ്റിംഗ് നടത്തുക. പ്രാർത്ഥിക്കാൻ നേരമില്ല, ബൈബിൾ വായിക്കാൻ നേരമില്ല, ബൈബിൾ പഠിക്കാൻ നേരമില്ല, കർത്താവിനെ ഓർക്കാൻ നേരമില്ല, ഒരുമിച്ച് ദൈവസ്ഥയിൽ ഇരിക്കാൻ നേരമില്ല. ദൈവാത്മാവിൽ ആത്മീയമായ എല്ലാ ഘടകങ്ങളെയും ചോർത്തിക്കളഞ്ഞുകൊണ്ട് നോക്കൂ, പരസ്പരം ബന്ധങ്ങൾ വർദ്ധിക്കുന്ന കാലഘട്ടം. എന്തിനാണ് ഈ ബന്ധങ്ങൾ വർദ്ധിപ്പിക്കുന്നത്? നല്ല ഉദ്ദേശത്തോടു കൂടിയാണോ? പല ബന്ധങ്ങളും നല്ല ഉദ്ദേശത്തിലല്ല. ആരംഭമൊക്കെ നല്ലതാണെന്ന് പറയും, നമ്മൾ കേൾക്കുന്നുണ്ടല്ലോ. ഇപ്പോൾ പത്രമാധ്യമങ്ങളിലൂടെ നമ്മുടെ സംസ്ഥാനത്ത് നടക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ കേൾക്കുന്നുണ്ടല്ലോ. എല്ലാ ബന്ധങ്ങളും നല്ലതാണ്, പക്ഷേ കുറച്ചു കഴിയുമ്പോൾ അതെല്ലാം അതിരുവിട്ടു പോവുകയാണ്. ഒരു കാര്യം അറിഞ്ഞിരിക്കുക, ദൈവം നിനക്ക് തന്ന പങ്കാളിയെ വിട്ടിട്ട്, ദൈവം നിനക്ക് തന്ന തുണയെ വിട്ടിട്ട് മറ്റ് ഏതൊരു വ്യക്തിയോടും നീ അനാവശ്യമായി സമയം ചെലവഴിച്ച് ബന്ധപ്പെടുന്നെങ്കിൽ ഞാൻ അവരകത്ത് പരിപൂർണമായി ആത്മാവിലുള്ള ആത്മീയ ബന്ധങ്ങളെ ഞാൻ ഒഴിവാക്കുന്നു. അതിനപ്പുറം ഏത് ബന്ധങ്ങൾ നിന്റെ ജീവിതത്തിൽ വന്നാലും അനാവശ്യ മുറിവുകൾ അത് കൊണ്ടുവരുമെന്നുള്ള കാര്യം പ്രത്യേകം അറിഞ്ഞിരിക്കണം. പ്രത്യേകിച്ച് ഞാൻ യൗവനക്കാരോട് പറയുന്നു, നിങ്ങൾ പഠിക്കുമ്പോൾ, നിങ്ങളായിരിക്കുന്ന കലാലയങ്ങളിൽ, നിങ്ങൾ ജോലി ചെയ്യുന്ന ജോലി സ്ഥലങ്ങളിൽ നിങ്ങൾക്ക് കണ്ട് ഇഷ്ടപ്പെടുന്നവരുണ്ട്. ഇപ്പോഴത്തെ ട്രെൻഡ് എന്ന് പറഞ്ഞാൽ ഒരു മാസം ഒരാളെ കൊണ്ട് നടക്കുക, അടുത്ത മാസം അടുത്ത ആളെ കൊണ്ട് നടക്കുക. കൂടുതൽ ആളുകളെ പ്രേമിച്ചു മടക്കുന്നത് ഈ കാലഘട്ടങ്ങളിൽ സ്റ്റാറ്റസ് ഉള്ള കാര്യമായി മാറിക്കൊണ്ടിരിക്കുന്നു. ഇതൊക്കെ മാതാപിതാക്കൾ അറിയണം. നിങ്ങളുടെ മക്കളെ ഓർത്ത് കരയുവാനും പ്രാർത്ഥിക്കുവാനും ദൈവകരങ്ങളിൽ അവരെ ഏൽപ്പിക്കുവാനും നിങ്ങൾ തയ്യാറാകണം. വിശുദ്ധ വേദപുസ്തകം പറയുന്നു, പരസ്പരമായിട്ടുള്ള ബന്ധം അനാവശ്യമായ മുറിവുകൾ നിന്റെ വ്യക്തിപരമായ ജീവിതത്തിലും നിന്റെ കുടുംബ ജീവിതത്തിലും നിന്റെ സാമ്പത്തിക മേഖലയിലും കൊണ്ടുവരുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. അനാവശ്യമായ മുറിവുകൾ വരുത്തുന്നത് പരസ്ത്രീ ബന്ധമാണ്, വേശ്യ സ്ത്രീയാണ്. താഴേക്ക് വായിച്ചു വരുമ്പോൾ അവിടെ പറയുന്നുണ്ട് മദ്യപാനമാണ്. അപ്പോൾ അനാവശ്യമായ മുറിവുകൾ നിന്റെ ജീവിതത്തിൽ വരാതിരിക്കണമെങ്കിൽ ഇങ്ങനെ പരസ്ത്രീയിലേക്കോ വേശ്യാസ്ത്രീയിലേക്കോ മദ്യപാനത്തിലേക്കോ പോകുവാൻ ഇടവരാതെ വേണം നിന്റെ ഹൃദയം ദൈവത്തിന് കൊടുക്കുക, ദൈവ വചനത്തിന് കൊടുക്കുക. അങ്ങനെ വചനത്താൽ നിന്റെ ഹൃദയം നിറയ്ക്കാൻ നീ അനുവദിച്ചാൽ, നിന്റെ ഹൃദയത്തിനകത്ത് ദൈവ വചനം നിറഞ്ഞാൽ
നിന്റെ മനസ്സിനകത്ത് ദൈവ വചനം നിറഞ്ഞാൽ, നിന്റെ വികാരത്തിനകത്ത് ക്രിസ്തുവിനുള്ള സ്നേഹം നിറഞ്ഞാൽ, നീ ഒരു അസാധാരണ വ്യക്തിയായി ക്രിസ്തുവിനെ പോലെ സ്വഭാവമുള്ളവനായി നീ രൂപപ്പെട്ടു വരികയാണ്. ഈ എപ്പിസോഡിൽ എനിക്ക് ഇതിനപ്പുറമായിട്ട് ഈ എപ്പിസോഡിൽ ഈ കാര്യങ്ങൾ പറയുവാനായിട്ട് സാധിക്കുകയില്ല. ഞാൻ അതുകൊണ്ട് ഈ എപ്പിസോഡിൽ പറഞ്ഞ കാര്യങ്ങൾ ഞാൻ ഒന്ന് പറഞ്ഞു നിർത്തട്ടെ. നിങ്ങൾ ജീവിതത്തിൽ മുറിവുകൾ അനുഭവിക്കുവാൻ സാധ്യതയുണ്ട്. കാരണം കൂടാത്ത മുറിവുകൾ നിങ്ങളുടെ ജീവിതത്തിൽ വരാം, പെട്ടെന്നടിക്കുന്ന മുറിവുകൾ വരാം, അനാവശ്യമായിട്ടുണ്ടാക്കുന്ന മുറിവുകൾ വരാം. ഏത് മുറിവുകൾ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ അനുഭവിക്കുന്നുണ്ടെങ്കിലും ഈ മുറിവുകളുടെ പ്രത്യേകത, ഇത് നിങ്ങൾ ഹൃദയത്തിൽ ആരും അറിയാതെ കൊണ്ടുനടക്കും. എനിക്കറിയാം അനേക സഹോദരിമാർ വിവാഹം കഴിച്ച വീട്ടിൽ വന്ന് അവർ അനുഭവിക്കുന്ന പീഡകളുണ്ട്, അവരെ പീഡിപ്പിക്കുന്ന പീഡാനുഭവങ്ങളുണ്ട്. ഇതെല്ലാം സഹിച്ചുകൊണ്ട് അവർ ഹൃദയത്തിൽ കയ്പ് മുറിവ് വെച്ചുകൊണ്ട് അവർ ജീവിതത്തെ മുൻപോട്ട് കൊണ്ടുപോവുകയാണ്. ഏതുവിധ മുറിവുകൾ നിങ്ങളുടെ ജീവിതത്തിലുണ്ടെങ്കിലും ആ മുറിവുകളെ പരിഹരിപ്പാൻ കഴിയുന്ന ഏക വ്യക്തി കർത്താവായ യേശു ക്രിസ്തുവാണ്. ആ ക്രിസ്തുവിനാൽ നിങ്ങളുടെ മുറിവുകളെ അവൻ കരിച്ചിരിക്കും. അവനുള്ള സകല വഴികളും കർത്താവ് അവന്റെ വചനത്തിൽ അവന്റെ ആത്മാവിൽ വെച്ചിട്ടുണ്ട്. അടുത്ത എപ്പിസോഡുകൾ നമുക്കത് വിശദമായിട്ട് ചിന്തിക്കാം. അടുത്ത എപ്പിസോഡുകൾ നിങ്ങൾ കാണാതിരിക്കരുത്. ഇപ്പോൾ ഞാൻ ഒരു വാക്ക് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച് ഈ എപ്പിസോഡ് അവസാനിപ്പിക്കുകയാണ്. എന്നെ കേൾക്കുന്ന ആരെങ്കിലും ജീവിതത്തിൽ പ്രത്യേകിച്ച് ദേഹിയിൽ ആഴമായ മുറിവുകൾ അനുഭവിച്ച് ആരോടും പറയുവാൻ കഴിയാതെ വണ്ണം ഒരു സമാധാനമില്ലാതെ എല്ലാം തകർക്കപ്പെട്ട അവസ്ഥയിൽ എന്നെ കേൾക്കുന്നതിനായിട്ടുണ്ടെങ്കിൽ കണ്ണടയ്ക്ക് പ്രാർത്ഥിക്കാം. നിങ്ങളുടെ ഹൃദയത്തിന്റെ മുറിവുകളെ കെട്ടുവാൻ കഴിവുള്ള സർവശക്തനായ ഒരു കർത്താവ് ജീവിക്കുന്ന ദൈവമായി ഇന്ന് പകൽ നിന്റെ മുറിവുകളെ കെട്ടുവാൻ, നിന്റെ മുറിക്കകത്ത് വന്നിട്ടുണ്ട്. അവന്റെ കരം വെച്ച് അവൻ നിന്റെ മുറിവുകളെ കെട്ടുവാൻ വിശ്വസ്തനാണ്. കണ്ണടയ്ക്കാൻ പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, ഞങ്ങൾ കേൾപ്പിച്ച നല്ല വചനങ്ങൾക്കായി സ്തോത്രം ചെയ്യുന്നു. ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന ഏതെങ്കിലും വ്യക്തിയുടെ ഹൃദയത്തിനകത്തോ മനസ്സിനകത്തോ വൈകാരിക മേഖലയിലോ മുറിവുകൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഞാൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. എളിയവരോട് സദ്വർത്തമാനം ഘോഷിപ്പാൻ യഹോവ എന്നെ അഭിഷേകം ചെയ്തിരിക്കാൻ അവന്റെ ആത്മാവിന്റെ മേലുണ്ട്. ഹൃദയം തകർന്നവരുടെ മുറിവുകളെ കെട്ടുവാൻ അവൻ എന്നെ അയച്ചിരിക്കുന്നുവെന്ന് യെശയ്യാ പറഞ്ഞ വാക്കുകൾ ഞങ്ങളോട് ഓർക്കട്ടെ കർത്താവേ. ഇപ്പോൾ ഇവരെ ഹൃദയത്തിനകത്ത് വീട് കിടക്കുന്ന സകല മുറിവുകളെ അങ്ങ് കെട്ടണമേ കർത്താവേ. പരിശുദ്ധാത്മാവേ, അങ്ങയുടെ ആ സാന്നിധ്യം ശക്തിയുടെ മേൽ പകർന്ന് അവരെ ഹൃദയത്തെ പണിത് അവരെ ആത്മാവിനെ ബലപ്പെടുത്തി അങ്ങ് അവരെ സൗഖ്യമാക്കണമെന്നായിട്ട് ഞാൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു കർത്താവേ. സ്വർഗ്ഗം ചെയ്യുന്നോർത്ത് സ്തോത്രം ചെയ്യുന്നു. മുഴുവൻ ഞാൻ അർപ്പിക്കുന്നു. പ്രാർത്ഥനയായ സ്തോത്രം യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ, ആമേൻ. പ്രാർത്ഥനകൾക്കും കൗൺസിലുകളുമായിട്ട് താഴെ കാണുന്ന നമ്പറുകളിൽ ഞങ്ങളുമായിട്ട് ബന്ധപ്പെടുക. ഏത് സമയത്ത് നിങ്ങളെ സഹായിപ്പാൻ ഞങ്ങൾ സന്നദ്ധരാണ്. ഞങ്ങൾ ഒരുമിച്ച് കർത്താവിന്റെ ആരാധന എല്ലാ ഞായറാഴ്ച രാവിലെ 7:45 മുതൽ 10 വരെ തൃശൂർ ടൗണിലുള്ള ശക്തൻ തമ്പുരാൻ ബസ് സ്റ്റാൻഡിൽ വെച്ചും 9 മുതൽ 12 വരെ കുന്നംകുളം വിക്ടോറിയ ടൂറിസ്റ്റ് ഹോമിൽ വെച്ചും പുതുക്കാട് വെച്ചും ആരാധനയും വിടുതൽ ശുശ്രൂഷകളും നടത്തപ്പെടുന്നു. നിങ്ങളേവരെ ഞങ്ങൾ കർത്തൃനാമത്തിൽ ആ മീറ്റിംഗിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ലോകവ്യാപകമായി ഈ പുതിയ നിയമ വെളിപ്പാടുകൾ പ്രചരിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ പ്രവർത്തിക്കുന്ന ജീവശബ്ദ മീഡിയ മിനിസ്ട്രിക്ക് ഏറിയ സാമ്പത്തിക ചെലവുകളുണ്ട്. ദൈവാത്മ പ്രേരിപ്പിക്കുന്ന പക്ഷം നിങ്ങൾക്കും ഈ ശുശ്രൂഷയിൽ പങ്കാളികളായി തീരാം. താഴെ കാണുന്ന നമ്പറുകളിൽ ഞങ്ങളുമായിട്ട് ബന്ധപ്പെടുക. അടുത്ത ആഴ്ച ഇതേ സമയത്ത് വീണ്ടും നമുക്ക് കാണാം. അതുവരെ കർത്താവ് തന്റെ ചെറുകനൂര് മറക്കട്ടെ. ഗോഡ് ബ്ലസ് യു. തൃശൂർ ശക്തൻ മാർക്കറ്റ് ഷാലോ പ്രയർ ടീമിന്റെ നേതൃത്വത്തിൽ നടത്തപ്പെടുന്ന ജീവശബ്ദം 2017 തൃശൂർ ശക്തൻ തമ്പുരാൻ ബസ് സ്റ്റാൻഡിൽ വെച്ച് 2017 ഒക്ടോബർ മാസം 15-ാം തീയതി ഞായറാഴ്ച രാവിലെ മുതൽ 22-ാം തീയതി ഞായറാഴ്ച വരെ പകലും രാത്രിയുമായി നടത്തപ്പെടുന്നു. കർത്താവ് ലോകരാജ്യങ്ങൾ ശക്തിയോടെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ദൈവദാസന്മാരോടൊപ്പം ഞാനും കർത്താവിന്റെ വചനം ശുശ്രൂഷിക്കുന്നു. രോഗികൾക്കായി പ്രാർത്ഥിക്കുന്നു. നിങ്ങളേവരും ഞങ്ങൾ ആ മീറ്റിംഗിലേക്ക് കർത്തൃനാമത്തിൽ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. നമുക്ക് ആകപ്പാടെ 1-2 പേരേ ഉള്ളൂ. അത് നമ്മുടെ വീട്ടിൽ വിളിക്കുന്ന ശരിക്കുള്ള പേര് ഇതൊക്കെ നമുക്ക് ആകപ്പാടെ ഉള്ളൂ. പക്ഷെ എൻ്റെ കർത്താവിന് ഒത്തിരി പേരുകളാണ്. എത്തനയോ നാമങ്ങൾ ദേവനേ അത്തനയും ഉമക്ക് ഒരിക്കൽ കൂടെ എത്തനയോ നാമങ്ങൾ ദേവനേ അത്തനയും ഉമക്ക് യഹോവ ദേവനേ യഹോവ ദേവനേ